ഹായ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ത്യാഗത്തിൻ്റെ ബലിപെരുന്നാൾ ആശംസകൾ, വിട്ടുകൊടുക്കലിൻ്റെ ബലിപെരുന്നാൾ ആശംസകൾ. എവിടെയോ ഒരു ശക്തിയുണ്ട്, ആ ശക്തിയാണ്, ഒരു പവർ നമ്മളെ നയിക്കുന്നുവെന്നും ആ പവറിൻ്റെ മുമ്പിൽ നമ്മളെല്ലാം സമർപ്പിക്കുന്നുവെന്നും വിശ്വസിക്കുന്ന ദിവസം ബലിപെരുന്നാൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊക്കെ ആലോചിക്കും, നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ദൈവം ഇത്ര ക്രൂരനാണോ, ദൈവം എന്താണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നൊക്കെ. എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരമില്ല എന്ന് പറയുന്നത് പോലെ ഈ ചോദ്യത്തിന് നമുക്ക് ഉത്തരം നൽകാനും കൊടുക്കാനും വാങ്ങാനും ഒന്നും ആവുന്നില്ല. എങ്കിലും നമ്മളെല്ലാം ഒരു പ്രതീക്ഷയിലാണ്. സ്നേഹത്തിൻ്റെ, നന്മയുടെ, ഐശ്വര്യത്തിൻ്റെ ഒരു കാലം ഉണ്ടാവട്ടെ. ജീവിക്കാൻ ആഗ്രഹമുള്ള എല്ലാവർക്കും ജീവിക്കാൻ പറ്റട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസം ബലിപെരുന്നാൾ ആശംസിക്കുന്ന എല്ലാവർക്കും ഒരുപാട് ആശംസകൾ നേർന്നുകൊണ്ട് നമുക്കിന്ന് ഒരു ചെറിയൊരു ഡിഷിലേക്ക് കടക്കാം. നമ്മുടെ ഉച്ചയൂണിൻ്റെ ഒരു ഡിഷ്. അപ്പോൾ എല്ലാവരും കൂടെ വായോ. ഹായ്, ഇന്ന് നമുക്ക് പുറത്ത് വെച്ചിട്ട് ചെയ്താലോ? നമുക്ക് പുറത്ത് വെച്ചിട്ട് ഒരു സ്പെഷ്യൽ ഉണ്ടാക്കാം. പെരുന്നാളല്ലേ, പെരുന്നാൾ സ്പെഷ്യൽ. അപ്പോൾ എല്ലാവരും വായോ. ചൂട് കാരണമാണ് മുടിയൊക്കെ കെട്ടി വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും വാ. വിറകടുപ്പ് റെഡിയായപ്പോൾ നമ്മൾ അതിലേക്ക് വെള്ളം വയ്ക്കുകയാണ്. വെള്ളം എന്തിനാണ് വയ്ക്കുന്നത് എന്ന് നമ്മൾ കാണിച്ചു തരാം. പെരുന്നാൾ സ്പെഷ്യൽ നമ്മളുടെ വെള്ളം ഇങ്ങനെ തിളയ്ക്കുകയാണ് കൂട്ടുകാരെ. പെരുന്നാളായിട്ട് എന്താണ് അഭിപ്രായം? അടുത്തോട്ട് വരല്ലേ, കുറച്ച് ബാക്കിലോട്ട് ഇല്ലേ? ഉറക്കെ പറഞ്ഞോ. ഹാപ്പി ഈദ് എല്ലാവർക്കും, അതായത് നയമിത്രയുടെ എല്ലാ വ്യൂവേഴ്സിനും, സബ്സ്ക്രൈബേഴ്സിനും, ഫോളോവേഴ്സിനും ഹൃദയം നിറഞ്ഞ പെരുന്നാൾ ആശംസകൾ നേരുന്നു. ഇത്രയുള്ള പിന്നെന്ത് വേണം? പിന്നെന്തേ, എല്ലാവരും ഒക്കെ നല്ല തിരക്കായിരിക്കും. ഇന്ന് ബിരിയാണിയൊക്കെ വെച്ചടിക്കുന്ന ദിവസമാണ്, ബന്ധുവീടുകളിലൊക്കെ പോകുന്ന ദിവസമാണ്. അതെ ഇല്ലേ? താങ്കൾ ബന്ധുവീടുകളിലൊക്കെ പോകുന്നില്ലേ? ഞാൻ ബന്ധുവീടുകളിൽ എനിക്ക് ബന്ധുക്കളൊന്നും ഇല്ലല്ലോ. ബന്ധുക്കളില്ല. വാച്ചി ഇട്ടുള്ളല്ലേ വാച്ചി. വെള്ളം ഇങ്ങനെ തിളയ്ക്കാൻ ഭാവിക്കുന്നു. എന്തൊക്കെയാണ് ഇടുന്നത്? വട്ട, ഗ്രാമ്പൂ, ഏലക്ക, ഓക്കെ ഓക്കെ. ഇതിങ്ങനെ കിടന്ന് ഒന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ അതിലേക്ക് എന്തു ചെയ്യും? ഇപ്പോൾ വെള്ളം തിളച്ചപ്പോൾ കുതിർത്ത് വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കുകയാണ്. ബസ്മതി റൈസ് ആയിരുന്നു ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. നന്നായിട്ട് തിളച്ചപ്പോഴാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പൊള്ളിയായിട്ട് കിടന്ന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ, പെട്ടെന്ന് വേവും നമ്മൾ കുതിർത്ത് വെച്ചിരുന്നാൽ. അപ്പോൾ പിന്നെ നമുക്കൊന്നിനും പാടില്ല, എളുപ്പം സാധിക്കും. മല്ലിയിലയാണ് ഇട്ട് കൊടുക്കുന്നത്. പുതിനയിലയും മല്ലിയിലയും കുറച്ചിട്ട് കൊടുക്കുകയാണ്. ഇതൊരു വെറൈറ്റി ചോറാണ്. പെട്ടെന്ന് കോരിയെടുക്കുകയാണ്. നല്ല വെന്തപ്പോഴാണ് കോരിയെടുത്തത് കേട്ടോ. ഇതൊരു നമ്മൾ സ്ഥിരം കാണിക്കുന്നതാണെങ്കിലും ഇതൊരു പെരുന്നാൾ സ്പെഷ്യൽ പാചകമായതുകൊണ്ട് കാണിക്കുകയാണ്. എന്നിട്ട് കോരി മാറ്റി വെച്ചിട്ട് ആ ഉരുളി എണ്ണ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തു. ഇതിലേക്ക് ഒരു 3 സവാള നൈസായിട്ട് അരിഞ്ഞതിട്ട് മൊരിച്ചെടുക്കാം നമുക്ക് ചോറിലിടാനായിട്ട് കേട്ടോ. ഇതിൽ അമിതമായിട്ട് നെയ്യോ ഒന്നും ചേർക്കുന്നില്ല. ഉപ്പുപൊടിയും കൂടെ ഇട്ട് കൊടുത്ത് പെട്ടെന്ന് മൊരിഞ്ഞു വരാനായിട്ടാണ് ഉപ്പുപൊടി നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. നന്നായിട്ട് മൊരിയട്ടെ, അപ്പോൾ പെട്ടെന്ന് സാധിക്കും. ഇത് മൊരിഞ്ഞ് വന്നു കേട്ടോ. അതിലേക്ക് നമ്മൾ മുന്തിരി ഇട്ട് കൊടുക്കുകയാണ്. മുന്തിരി, അണ്ടിപ്പരിപ്പും നമ്മുടെ സവാളയും കൂടെ നല്ലപോലെ മൂപ്പിച്ച് എടുത്ത് മാറ്റി വെച്ചു. വിറകടുപ്പിലായതുകൊണ്ട് കുറച്ച് അടുത്തോട്ട് പോകാൻ എനിക്ക് പറ്റത്തില്ല കേട്ടോ. എന്നിട്ട് ചോറെടുത്ത് അടുപ്പി വെച്ച് കൊടുത്തിട്ട് ഇത് തട്ടിയിട്ട് കൊടുത്ത് അതിലോട്ട് മല്ലിയിലയും 2 സ്പൂൺ നെയ്യും കൂടെ ഇട്ട് കൊടുത്തു. ഇതേ സത്യം പറഞ്ഞാൽ ബിരിയാണി മാറിയിരിക്കും. അത്ര രുചിയുള്ള ചോറായിരുന്നു കേട്ടോ. അതിലേക്ക് മല്ലിയിലയും പുതിനയിലയും കുറച്ചുകൂടി ഇട്ട് കൊടുത്ത് അടച്ചു വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ എടുത്ത്
അകത്തുകൊണ്ട് വെച്ചിട്ട് വേറൊരു ചട്ടി അടുപ്പത്തോട്ട് വെച്ച് കൊടുത്തു. എന്നിട്ട് നമ്മളിതിലേക്ക് ഒരു ഫുൾ കോഴിയെ കറി വയ്ക്കാൻ പോവുകയാണ്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് പെരിഞ്ചീരകവും കടുകും വറ്റൽമുളകവും പൊട്ടിച്ച്, എന്നിട്ട് ചെറിയ ഉള്ളി ഒരു 100 ഗ്രാമും ഒരു 3 സവാളയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 10 അല്ലി വെളുത്തുള്ളിയും 2 പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്നിട്ട് നന്നായി വഴറ്റുക. ഉപ്പ് പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് വഴറ്റുക. ഇതെല്ലാം കാണിച്ചിട്ടുള്ളതാണ്, ഇതുകൊണ്ട് വിശദമായൊന്നും കാണിക്കത്തില്ല. ചിക്കനാണ് ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒരു ഫുൾ ചിക്കനാണ് ഇട്ട് കൊടുക്കുന്നത്. നല്ല ഒരു ചിക്കൻ കറിയും ഒരു സ്പെഷ്യൽ ചോറും പെരുന്നാളായിട്ട് ഉണ്ടാക്കുന്ന ഒരു വീഡിയോയാണ് കേട്ടോ. നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇങ്ങനെ തന്നെ ഒരു 10 മിനിറ്റ് ഇട്ടിട്ടാണ്. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ആണ് ഇട്ട്. മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ ഇട്ട്, മുളക് പൊടി 2 ടീസ്പൂണും മല്ലിപ്പൊടി ഒരു 2.5 ടീസ്പൂണും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് നമ്മൾ ഇനി ചേർക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നൈമിത്രയുടെ ചിക്കൻ മസാലയാണ്. നൈമിത്രയുടെ ചിക്കൻ മസാല ആയതുകൊണ്ടാണ് നമ്മൾ മുളക് പൊടി അത്രയും കുറച്ചിട്ടത് കേട്ടോ. ചിക്കൻ മസാലയിൽ എല്ലാം ഉണ്ട്, ഗരം മസാല പിന്നെ ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നന്നായി നമുക്ക് ഇളക്കാം, നല്ലതാണ് നൈമിത്രയുടെ ചിക്കൻ മസാല കേട്ടോ. വെറുതെ പറയുന്നതല്ല കേട്ടോ, നല്ല ചിക്കൻ കറിയാണ്. മേടിച്ചിട്ടുള്ളവർക്കൊക്കെ അറിയാൻ പറ്റും നൈമിത്രയുടെ ചിക്കൻ മസാല. അങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ ഗരം മസാലയൊന്നും സ്പെഷ്യലി ചേർത്ത് കൊടുക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല കേട്ടോ. മുളക് പൊടി മല്ലിപ്പൊടിയും തന്നെയും ചേർക്കേണ്ട ആവശ്യമില്ല. നമുക്ക് കുറച്ച് ചിക്കൻ അധികമുണ്ട്, ചിക്കൻ മസാല കുറച്ച് നമ്മുടെ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചേർത്തത് കേട്ടോ. അപ്പോൾ നമ്മൾ നന്നായിട്ട് കഴിയുമ്പോൾ നമ്മൾ അരി വെന്ത് വെച്ചിരിക്കുന്നത് എന്ന് നമ്മളൊരു 2 ഗ്ലാസ് വെള്ളമാണ് അതിലേക്ക് ഒഴിച്ച് കൊടുത്തത് കേട്ടോ. ആ വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ ചിക്കൻ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ വെള്ളം ഒഴിച്ച് കൊടുത്തത് കേട്ടോ. ഇനി വിറകടുപ്പിലല്ലേ നല്ല തീ വെച്ച് കൊടുക്കുമ്പോൾ അതിൽ കിടന്ന് തിളച്ചിങ്ങനെ വറ്റണം. പിന്നെ ഒന്നുമില്ല, കോഴി നമ്മൾ വേവിച്ച് കഴിയുമ്പോൾ കോഴിയെടുത്ത് നമ്മൾ കഴിക്കും, അത്രയേ ഉള്ളൂ. അപ്പോൾ വലിയൊരു വീഡിയോയൊന്നും അല്ല കേട്ടോ. ഉപ്പൊക്കെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇങ്ങനെ തിളയ്ക്കുകയാണ്. ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ കുറച്ച് സംഭവം കൂടി ചേർക്കാറുണ്ട്. ഒരു 2 തക്കാളി എടുത്ത് അരിഞ്ഞിട്ടതാണ്. കറിവേപ്പിലയും മല്ലിയിലയും പുതിനയിലയും നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ചധികം തന്നെ ഞരടി കറിവേപ്പിലയും മല്ലിയിലയും കുറച്ച് പുതിനയിലയും ഇട്ട് കൊടുക്കാം കേട്ടോ. പുതിനയില കുറച്ച് മാത്രം ഇട്ടാൽ മതി, മല്ലിയില കുറച്ച് ജാസ്തി ഇട്ടാലും പ്രശ്നമില്ല കേട്ടോ. അങ്ങനെയാണ് നമ്മൾ ഇപ്പോൾ എടുത്തത്. ഇപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾ കഴിക്കണം എന്നുള്ളതാണ് കേട്ടോ. കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണേ. വലിയൊരു വീഡിയോയൊന്നും അല്ല കാണിച്ചത്, നിങ്ങൾക്ക് കണ്ടു പോകാം എന്നേ ഉള്ളൂ. നിങ്ങളെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല കേട്ടോ. എപ്പോഴും ഞാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ എനിക്ക് വീഡിയോ എടുക്കണമെന്നുള്ളത് കേട്ടോ. അപ്പോൾ കറിയൊക്കെ സെറ്റ്. നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡിയായി. ചിക്കൻ കറിയെന്നും പറയാം, പെരട്ടെന്നും പറയാം, റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് അകത്തോട്ട് പോവുകയാണ്. അതിന് ലാസ്റ്റ് ഒന്ന് വറ്റാൻ വേണ്ടി, ഒരു പറ്റിച്ചെടുക്കാൻ വേണ്ടി വെച്ചൊക്കെയാണ്. വേറെ പണിയൊന്നുമില്ല, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മൾ സ്ഥിരം വയ്ക്കുന്ന തന്നെ, പെരുന്നാളായതുകൊണ്ട് നിങ്ങളെ കാണിച്ചതന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും പറയും. അപ്പോൾ ഇത് അവൾ വറ്റിച്ചെടുക്കുകയാണ് ചേച്ചി കേട്ടോ. നന്നായിട്ടൊരു വറ്റി വരുമ്പോൾ നല്ലൊരു മണമാണ്. പിന്നെ നമ്മൾ ടേബിളിലോട്ട് കോരി വെച്ചിട്ട് എൻ്റെ ചുറ്റുപാത്രത്തിലെ ചിക്കൻ കറിയാണ്. സ്പെഷ്യൽ ചിക്കൻ കറി, സ്പെഷ്യൽ ചോറ്, നെയ്ച്ചോറല്ല, സ്പെഷ്യൽ ചോറ്, അവിയൽ, തൈര്, നാരങ്ങാച്ചാർ. ഇതാണ് ഇന്ന് പെരുന്നാൾ സ്പെഷ്യൽ എൻ്റെ ചുറ്റുപാത്രം. അപ്പോൾ നമുക്ക് വിളമ്പി നോക്കാം. എല്ലാവർക്കും ഈദാശംസകൾ. നമുക്ക് വിളമ്പാം. നല്ല ബസ്മതി റൈസാണ്. ഇനി നല്ല ചൂട് ചിക്കൻ കറിയാണ്. ചിക്കൻ കറി. എൻ്റെ ചിക്കൻ തെറിച്ച് പോയി. ഓക്കെ ചിക്കൻ കറിയാണ്. തൈര് ഉണ്ട്. എനിക്ക് തൈര് വേണ്ട. നാരങ്ങാച്ചാറും അവിയൽ മാത്രം മതി. പെരുന്നാളായിട്ട് അവിയൽ, ബിരിയാണിക്കും അവിയലോ എന്ന് ചോദിച്ചാൽ അവിയൽ മസ്റ്റാണ്. പച്ചക്കറി കഴിച്ചേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് അവിയൽ കൂടെ വെച്ചത് കേട്ടോ. അപ്പോൾ ഞാൻ കഴിക്കട്ടെ. ഞാനൊന്ന് കഴിക്കാം. വെച്ചുകൊണ്ട് പറയാല്ല കേട്ടോ. സൂപ്പറായി, ഭയങ്കര സൂപ്പർ. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്നേഹത്തോടെ പെരുന്നാൾ ആശംസകൾ.